പി അനാലിസിസ് സിമ്പിളായിട്ട് പഠിച്ചാലോ. ഇവിടെ ഒരു ഫണലാണിതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഫണലാണിത്. ഈ ഫണലിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ ലെയറിൽ, അതായത് ഏറ്റവും ടോപ്പിലുള്ള ലെയറിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെറിയ ചെറിയ പെബിൾസിനെ കൊണ്ട് എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. ഇതിനെ ഞാൻ വേരിയബിൾ കോസ്റ്റ് എന്ന് എന്ത് ചെയ്തു, നെയിം ചെയ്തു. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എന്ന് ഞാൻ നെയിം ചെയ്തു. ആൻഡ് ഏറ്റവും താഴെയുള്ള പാർട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ല കട്ടിയുള്ള റിജിഡായിട്ടുള്ള എന്ത് ചെയ്തു, ബ്രിക്സിനെ കൊണ്ട് കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ പേര് പോലെ തന്നെ ഭയങ്കര റിജിഡാണ്, മാറാൻ പറ്റാത്ത കാര്യങ്ങൾ. ഓക്കെ, അതിനെ ഞാൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് എന്ത് ചെയ്തു, നെയിം ചെയ്തു. ഓക്കെ, ആൻഡ് ഐ സ്റ്റാർട്ടഡ് പോറിങ് വാട്ടർ. ഓക്കെ, ഞാൻ മേലെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി. ഓക്കെ, ഇതിനാണ് ഞാൻ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇങ്ങനെ വേരിയബിൾ കോസ്റ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി. പക്ഷേ വേരിയബിൾ കോസ്റ്റിന് താഴോട്ട് പോകുന്നില്ല, ആ വേരിയബിൾ കോസ്റ്റിൽ എന്നെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സെയിൽസ് റവന്യൂ ഇൻക്രീസ് ചെയ്തു. അതായത് കൂടുതൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൂടുതൽ വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങിയപ്പം എന്ത് ചെയ്തു, ഇത് മെല്ലെ മെല്ലെ വേരിയബിൾ കോസ്റ്റിൽ നിന്നും ഇറങ്ങി താഴോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, മെല്ലെ ഇറങ്ങി താഴോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സെയിൽസ് റവന്യൂ വേരിയബിൾ കോസ്റ്റിനെ കവർ ചെയ്ത്, അതായത് സെയിൽസ് റവന്യൂ മൈനസ് വേരിയബിൾ കോസ്റ്റ്, എനിക്ക് എന്ത് കിട്ടി, കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് കിട്ടി. അങ്ങനെ ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരുന്നപ്പം കോൺട്രിബ്യൂഷൻ മാർജിനും കഴിഞ്ഞ് അതെന്ത് ചെയ്തു, അത് ഫിക്സഡ് കോസ്റ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫിക്സഡ് കോസ്റ്റിൽ അപ്പോൾ നിൽക്കുന്നത്. ഞാൻ വീണ്ടും സെയിൽസ് റവന്യൂ ഇൻക്രീസ് ചെയ്തു, അതായത് കൂടുതൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി തുടങ്ങി. അന്നപ്പോൾ എന്ത് ചെയ്തു, ഫിക്സഡ് കോസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെള്ളം താഴോട്ട് വരാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഫിക്സഡ് കോസ്റ്റ് ഫുള്ളായിട്ടും കവർ ചെയ്ത്, അതായത് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്ത് താഴോട്ട് വരുന്ന ഓരോ തുള്ളിയും കമ്പനീനെ സംബന്ധിച്ച് എന്താണ്, പ്രോഫിറ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താടാ, സെയിൽസ് റവന്യൂയിൽ നിന്നും വേരിയബിൾ കോസ്റ്റിനെ മൈനസ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ യൂസ് ചെയ്ത് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ബാക്കി താഴോട്ട് വരുന്ന ഓരോ തുള്ളിയും നമുക്ക് എന്താണ്, പ്രോഫിറ്റാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.